ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ കുമ്പളങ്ങ പച്ചടിയുടെ വീഡിയോ ആണ്. ഈ കുമ്പളങ്ങ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതിങ്ങനെ പറിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളുടെ വീട്ടിലെ റാണി ചേച്ചിയാണ് ഇത് എനിക്ക് പറിച്ചിങ്ങനെ കയ്യിലോട്ട് തരുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ പച്ചടി നമുക്കുണ്ടാക്കാം. ബാ, കാണിച്ചു തരാം. ആദ്യം ഈ കുമ്പളങ്ങ എല്ലാം മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിതൊരു ഹാൻഡ് ചോപ്പറിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ ഞാൻ ഇലക്ട്രിക് ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം നാട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ മേടിച്ചതാണ്. പക്ഷേ കൊള്ളാം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഇപ്പം കറണ്ടൊന്നും ഇല്ല, നാട്ടിലെപ്പോഴും കറണ്ട് പോക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഉപകാരമാണ് അവിടെ. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടോ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇങ്ങനത്തെ ചോപ്പർ. നിങ്ങൾ മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ കുമ്പളങ്ങയും പിന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോളയും ഞാനിപ്പോൾ ചോപ്പറിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ടോ നല്ല പോലെ ഇങ്ങനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടും ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച കാന്താരി മുളകാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാന്താരി മുളക്, പിന്നെ ജീരകം, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങാപ്പീര. ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പക്ഷേ ഇത് അരച്ചതിന് ശേഷം ഞാൻ കുറച്ച് കടുകും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. ഇതിപ്പോൾ നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിടുന്നുണ്ട്. കടുകിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് അരച്ചെടുക്കാവേ. ഇത് അരച്ച് വെച്ച് നമുക്കിപ്പോൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങ പച്ചടി റെഡിയാക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് സവോളയും വറ്റൽമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇതിലേക്ക് ഞാൻ ഉപ്പ്, പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത്, അതാണ് ആ കളർ കേട്ടോ. അതും ഇട്ട് നല്ലപോലെ വഴറ്റി ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇനി നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്ത് ആ പച്ചച്ചോവ് മാറുന്ന വരെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെന്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർക്കുക. പുളിയുള്ള തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്, എന്നാലേ ആ പച്ചടിയുടെ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിവിടെ മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞാൽ അവസാനം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.